ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ കഥയിൽ ജീവനും നിത്യയും അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കുകയാണ്. നിത്യ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ഒരു പയ്യനാണെങ്കിൽ ശൂലത്തിന്റെ അവിടേക്ക് ചെന്ന് വീഴാൻ പോകുന്നുണ്ട്. ഉടനെ നിത്യ പിടിക്കുന്നുണ്ട്. ആ പയ്യൻ അപ്പോൾ നിത്യയോട് ചേച്ചി ഒരുപാട് നന്ദിയുണ്ട്, അല്ലെങ്കിൽ എനിക്കിപ്പോ ആപത്ത് സംഭവിച്ചേനെ എന്നൊക്കെ പറയുന്നു. ആ പയ്യന്റെ അമ്മയും നിത്യയോട് ഒരുപാട് നന്ദി പറയുന്നുണ്ട്. സുജാതാമ്മ നിത്യയുടെ അടുത്തേക്ക് വന്നിട്ട് പറയുന്നുണ്ട്, മോൾ ഇപ്പോൾ അങ്ങനെ പിടിച്ചില്ലായിരുന്നെങ്കിൽ ഒരു അപകടം ഉണ്ടായേനെ, എങ്കിൽ പിന്നെ ഈ പൂജ ചെയ്തതെല്ലാം ഫലമില്ലാതായി മാറിയേനെ എന്നൊക്കെ പറയുന്നു. പക്ഷെ ജീവന് മാത്രം അതൊന്നും ഇഷ്ടപ്പെട്ടില്ല. ആ പയ്യനാണെങ്കിൽ നിത്യയുടെ കയ്യിൽ പിടിച്ചതൊന്നും ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ശേഷം നിത്യയും ജീവനും എല്ലാവരും പോയി അമ്പലത്തിൽ തൊഴുന്നുണ്ട്. ആ സമയത്ത് ജീവൻ നിത്യയോട് പറയുന്നുണ്ട്, പെൺകുട്ടികൾ പിടിക്കാനുണ്ടെങ്കിൽ ആമ്പിള്ളാർക്ക് വീഴാൻ ഒരു ഹരമായിരിക്കും, അതുകൊണ്ട് ഇനിയും ഇതൊന്നും ആവർത്തിക്കാതിരിക്കുന്നതാണ് നല്ലതെന്ന് പറയുന്നു. ജീവൻ പറയുന്നത് കേട്ടിട്ട് നിത്യ ഞെട്ടിപ്പോകുന്നുണ്ട്. ശേഷം കാണിക്കുന്നത് ഹരിയും വേണുവിനെയാണ്. ഹരിയോട് വേണു ചോദിക്കുന്നുണ്ട്, നിനക്കാണെങ്കിൽ ആ പെൺകുട്ടി ഒന്ന് കാണണമെന്ന് പോലുമില്ലേ? എന്തായാലും അവരുടെ നിശ്ചയമല്ലേ കഴിഞ്ഞിട്ടുള്ളൂ, വിവാഹമൊന്നുമല്ലല്ലോ എന്നൊക്കെ പറയുന്നു. ഹരി അപ്പോൾ പറയുന്നുണ്ട്, നമ്മളുടെ സന്തോഷത്തിന് വേണ്ടി മറ്റുള്ളവരുടെ സന്തോഷമൊന്നും ഇല്ലാതാക്കാൻ പാടില്ല എന്നൊക്കെ. എനിക്ക് ഈ പ്രാവശ്യം ഫേസ് വേണമെങ്കിൽ കാണാൻ പറ്റുമായിരുന്നു, പക്ഷെ ഞാൻ ശ്രമിച്ചില്ല. ഫേസ് കൂടെ കണ്ടാൽ പിന്നെ ആ മുഖം കൂടി എപ്പോഴും മനസ്സിലുണ്ടാകും, അതിന്റെ ഒന്നും ആവശ്യമില്ലല്ലോ എന്നൊക്കെ പറയുന്നു. എന്തായാലും ആ പെൺകുട്ടി എനിക്ക് വിധിച്ചിട്ടുള്ളതല്ല, അല്ലെങ്കിൽ ഞാൻ ആദ്യമേ ആ പെൺകുട്ടിയുടെ മുഖം കണ്ടേനെ എന്നൊക്കെ പറയുന്നു. എന്തായാലും ഈ ലോകത്തുള്ള എല്ലാ പുഷ്പങ്ങളും നമുക്ക് വിധിച്ചിട്ടുള്ളതല്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഹരി ആ വിഷയത്തെ കുറിച്ച് നിർത്തുകയാണ്. അതിനുശേഷം വേണുവിനോട് പറയുന്നുണ്ട്, നാളെ നീ അച്ഛനെയും അമ്മയും കൂട്ടിയിട്ട് വരത്തില്ല എന്നൊക്കെ. വേണു ഇപ്പോൾ പറയുന്നുണ്ട്, അമ്മയ്ക്കും അച്ഛനും ഒക്കെ ഒരുപാട് സന്തോഷമാണ്, ഹരിയുടെ വീട്ടിൽ നിന്നുള്ള പെൺകുട്ടിയായതുകൊണ്ട് ധൈര്യമാണെന്നാണ് പറയുന്നതെന്നൊക്കെ പറയുന്നു. ശേഷം നിത്യ റൂമിൽ വന്നതിന് ശേഷം ജീവൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർക്കുകയാണ്. ഹോമകുണ്ടത്തിൽ തീ വന്നപ്പോൾ തീയെക്കുറിച്ച് പറഞ്ഞ കാര്യവും അതുപോലെ ആമ്പിള്ളാരുടെ കയ്യിൽ കയറി പിടിക്കുന്ന കാര്യവും ഒക്കെ പറഞ്ഞു തോർക്കുന്നു. നിത്യ ബാഗ് തുറന്ന് ആ മധുര നൊമ്പരക്കാറ്റ് എന്ന കവിത എടുക്കുന്നുണ്ട്. ആ സമയത്താണെങ്കിൽ സാറേ അവിടേക്ക് വരുന്നു. സാറ് ചോദിക്കുന്നുണ്ട് ഇതെന്താണെന്ന്. അപ്പോൾ നിത്യ പറയുന്നുണ്ട്, ഇത് കവിതയാണ്, മാർക്കറ്റിൽ പോയപ്പോ എങ്ങനെയോ എന്റെ കയ്യിൽ എത്തിയതാണെന്നൊക്കെ പറയുന്നു. നേരത്തെയൊക്കെ സങ്കടം വരുമ്പോൾ അമ്മയുടെ ഒരു പഴയ ഫോട്ടോ എടുത്ത് നോക്കുമായിരുന്നു, പക്ഷെ ഇപ്പൊ സങ്കടം വരുമ്പോൾ ഈ കവിതയാണ് എടുത്തു നോക്കുന്നത്. ഈ കവിതയിലെ വരികളെല്ലാം എനിക്കിപ്പോൾ അറിയാമെന്നൊക്കെ പറയുന്നു. ഈ കവിത കാണുമ്പോൾ തന്നെ മനസ്സിന് ആശ്വാസമാണെന്നൊക്കെ പറയുന്നു. സാറേ അപ്പോൾ പറയുന്നുണ്ട്, നമുക്ക് രണ്ടുപേർക്കും കൂടെ നാളെ ഒരുമിച്ച് പുറത്തു പോകണം, എനിക്ക് സീരിയസ് ആയ ഒരു കാര്യം സംസാരിക്കാനുണ്ടെന്ന് പറയുന്നു. നിത്യ അപ്പോൾ ചോദിക്കുന്നുണ്ട് എന്താണെന്ന്. സാറേ അപ്പോൾ പറയുന്നുണ്ട്, നാളെ വരെ വെയിറ്റ് ചെയ്യാനെന്നൊക്കെ. പിന്നീട് വീണ ഒരുങ്ങി പുറത്തേക്ക് പോകാൻ തുടങ്ങുന്ന സമയത്ത് ഹരി വന്ന് തടയുന്നുണ്ട്. നീ ഇപ്പൊ എവിടെ പോവുകയാണ്? അവരെല്ലാവരും നിന്നെ കാണാൻ വേണ്ടി വരില്ലേ എന്നൊക്കെ ചോദിക്കുന്നു. വീണ അപ്പോൾ പറയുന്നുണ്ട്, എന്റെ കല്യാണം തീരുമാനിക്കാൻ ഞാൻ പറഞ്ഞു, എനിക്ക് സമ്മതമില്ലാതെ എന്തിനാണ് തീരുമാനിക്കുന്നത്? നിങ്ങളുടെ വിവാഹം നടക്കാൻ വേണ്ടി എന്നെ ആദ്യം പറഞ്ഞു വിടണമല്ലോ, അതിനുവേണ്ടിയാണോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ വിവാഹം കഴിച്ചോ എന്നൊക്കെ പറയുന്നുണ്ട്. ഹരിയോട് അങ്ങനെ പെരുമാറുന്നത് കണ്ടിട്ട് വീണ അച്ഛൻ അടിക്കുന്നുണ്ട്. നീ ഇപ്പൊ പോകാൻ പറ്റത്തില്ല എന്നൊക്കെ പറയുന്നു. പക്ഷെ വീണ അതൊന്നും കേൾക്കുന്നില്ല. ഞാൻ പോകുമെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്നും പോകുന്നു. പിന്നീട് നിത്യയുടെ അച്ഛനും അമ്മായിയും എല്ലാവരെയും കൂട്ടിയിട്ട് സുജാത സാരി എടുക്കാനായിട്ട് കടയിലേക്ക് പോകുന്നു. സുജാതാമ്മ നിത്യയോട് പറയുന്നുണ്ട്, മോൾക്ക് എന്ത് വേണമെങ്കിലും എടുത്തോണമെന്നൊക്കെ. നിത്യയ്ക്ക് വേണ്ടി സെയിൽസ്മാൻ ഡ്രസ്സൊക്കെ ഓരോന്ന് എടുത്തു കൊടുക്കുന്നുണ്ട്. അത് കാണുമ്പോൾ ജീവൻ ഇഷ്ടപ്പെടുന്നില്ല. നിത്യയുടെ കയ്യിലേക്ക് സാരിയൊക്കെ വെച്ച് കൊടുക്കുന്നതൊക്കെ കണ്ടിട്ട് ജീവൻ ഒന്നും ഇഷ്ടപ്പെടുന്നില്ല. സാറേ ആണെങ്കിൽ ഒരു മോഡേൺ ഡ്രസ്സ് എടുത്തിട്ട് നിത്യയോട് ചോദിക്കുന്നുണ്ട്, ഇത് ഇഷ്ടപ്പെട്ടോ എന്നൊക്കെ. നിത്യ അപ്പോൾ എനിക്കിത് വേണ്ടാന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ജ്യോതിക്ക് ഇഷ്ടപ്പെട്ടിട്ട് ജ്യോതി അത് എടുക്കുന്നുണ്ട്. അതൊന്നും ജീവൻ ഇഷ്ടപ്പെടുന്നില്ല. ജീവൻ നിത്യയുടെ അടുത്തേക്ക് ചെന്നിട്ട് സെയിൽസ്മാനോട് പറയുന്നുണ്ട്, താൻ എന്റെ കൂടെ ഒന്ന് വന്നേ, ഒരു കാര്യം നോക്കാനുണ്ടെന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ട് പോകുന്നു. അതിനുശേഷം ജീവനാണെങ്കിൽ അവനെ അടിക്കുകയാണ്. നീ എന്റെ പെണ്ണിനെ തൊടുന്നോ എന്നൊക്കെ ചോദിച്ചിട്ട്. ജീവൻ അടിച്ചിട്ട് തിരിച്ചു വരുമ്പോൾ സാറെ അത് കാണുന്നുണ്ടായിരുന്നു. സാറെ കാണുമ്പോൾ ജീവൻ ഞെട്ടിപ്പോകുന്നു. ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു. പുതിയൊരു കഥയുമായി വീണ്ടും കാണാം. താങ്ക്